നമ്മുടെ മുറ്റത്തുള്ള പല ഇലകളും കൊണ്ട് പണ്ട് കാലങ്ങളിൽ വളരെ അധികം നമ്മുടെ ഹോം റെമഡീസ് ചെയ്തിരുന്നു. ഇപ്പം എന്തെങ്കിലും ഒരു ചെറിയ കാര്യം വന്നാൽ അപ്പം തന്നെ ഡോക്ടറെ അടുത്ത് പോവുക, ഡോക്ടറെ കാണിക്കുക, മരുന്ന് കഴിക്കുക, അങ്ങനെയാണല്ലേ. പക്ഷേ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളൊന്ന് ഡോക്ടറെ അടുത്ത് പോയാൽ മതി കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾക്ക് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമ്മളുടെ മുറ്റത്തുള്ള സാധനങ്ങൾ കൊണ്ട് മാറ്റാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു സാധനമാണ് നമ്മുടെ പേരില കേട്ടോ. സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. പല്ലുവേദന വന്നാലും വരാതിരിക്കുവാനും ഒരു കഷ്ണം കല്ലുപ്പ്, പ്രഷറുള്ളവർ ഇത് ചെയ്യരുത് കേട്ടോ. കല്ലുപ്പ് നമ്മളുടെ പേരലയിൽ വെച്ച് ചവച്ച് കഴിഞ്ഞാൽ എപ്പോഴും പല്ലിന് പ്രോബ്ലം, അതുപോലെ പല്ലുവേദന വരുന്നതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ നല്ലതാണ്. വന്ന പല്ലുവേദന മാറുവാനും നല്ലതാണ് കേട്ടോ. മോണയിലുള്ള ഇൻഫെക്ഷനൊക്കെ മാറുവാനായിട്ട് ഇത് വളരെ നല്ലതാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് വളരെ അധികം അലട്ടുന്ന ഒരു പ്രശ്നമാണ് വായുനാറ്റം. എന്താ വെച്ചാൽ നമുക്ക് ഉള്ള കോൺഫിഡൻസ് ഒക്കെ പോകാനായിട്ട് ഈ ഒരു സാധനം നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് കാര്യം അറിയാമെങ്കിലും നമുക്കിപ്പോൾ ഒരു ബാഡ് സ്മെല്ല് ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാൻ ഒരു കോൺഫിഡൻസ് കുറവുണ്ടാവും അല്ലേ. അതില്ലാതിരിക്കാൻ നമുക്ക് എപ്പോഴും നമുക്ക് കഴിക്കാൻ പറ്റുക. അതുപോലെ തന്നെ ഏലക്കായ നമ്മളുടെ ആരോഗ്യത്തിന് വളരെ ബെനിഫിറ്റാണ്. അതുപോലെ തന്നെ നമ്മളുടെ പേരയിലയും വളരെയധികം ബെനിഫിറ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും ഇതുപോലെ ഒന്ന് ചവച്ചാൽ വളരെ നല്ലതാണ്. വേറെ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ഡോക്ടറുമായിട്ട് സംസാരിച്ചതിന് ശേഷം മാത്രമേ, ചില അസുഖങ്ങൾക്ക് ചില സാധനങ്ങൾ പിടിക്കില്ല. അപ്പോൾ അതൊന്ന് ഡോക്ടറോട് ചോദിച്ചതിന് ശേഷം മാത്രമേ ചെയ്യാവുള്ളൂ കേട്ടോ. യാതൊരു അസുഖവും ഇല്ലാത്തവരാണെങ്കിൽ ദിവസവും നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ്. വായുനാറ്റം ഉണ്ടാവേ ഇല്ല. ഇതൊന്ന് ചവച്ചരച്ച് അതിൻ്റെ നീരിറക്കിയാൽ മാത്രം മതി. നല്ല വായു നല്ല ക്ലീൻ ആകാനും ബാഡ് സ്മെല്ല് പോകുവാനും വളരെ നല്ലതാണ് കേട്ടോ. ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നമ്മുടെ ഏലക്കായയുടെ കുരു മാത്രം എടുക്കുക, തൊലി എടുക്കാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ലെന്ന് വെച്ചാൽ മരുന്നുകൾ അത്രത്തോളം അടിക്കുന്നത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ആ ഒരു തൊലി കളയുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ആ ഒരു കുരുവാണ് ഇട്ട് കൊടുക്കുന്നത്. 2 പേരയിലയും കൂടെ ഇട്ട് നമ്മൾ വെള്ളം തിളപ്പിച്ച് കുടിക്കുകയാണെങ്കിൽ, എല്ലാ ദിവസവും നിങ്ങൾ ഏതെങ്കിലും ഒരു സമയത്ത് കുടിക്കുകയാണെങ്കിൽ നമ്മളുടെ BP കുറയുവാനും അതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ നല്ല രീതിയിൽ ശരീരത്തിൽ നടക്കുവാനൊക്കെ വളരെ നല്ലതാണ് ഈ ഒരു ഏലക്കായും അതുപോലെ തന്നെ നമ്മളുടെ പേരയിലയും കേട്ടോ. വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ഹോം റെമഡിയാണ്. എല്ലാ ദിവസവും നിങ്ങളിപ്പം ഒരു ചായ കുടിക്കുന്ന പോലെ തന്നെ ഒരു സമയം, ഏതെങ്കിലും ഒരു സമയം ഇത് കുടിച്ചാൽ മാത്രം മതി. വെറും വയറ്റിൽ കുടിക്കണമെന്നൊന്നുമില്ല കേട്ടോ. പക്ഷെ വളരെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് അരമണിക്കൂർ മുമ്പോ അല്ലെങ്കിൽ അതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞിട്ടോ, എന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കുന്നതിനോടൊപ്പം ഈ ഒരു വെള്ളം കുടിക്കരുത്. അരമണിക്കൂർ മുന്നെയോ പിന്നെയോ നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ഇനി നമുക്ക് ഫുഡ് കൊണ്ട് ഇൻഫെക്ഷൻ ഉണ്ടായി വയറ് ലൂസ് മോഷൻ വന്നു, വയറ് വൊമിറ്റിങ്ങും വയറിളക്കമൊക്കെ വരുമ്പോൾ നമ്മൾ ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇതുപോലെ കിളുന്ത് പേരയില എടുക്കുക കേട്ടോ. കിളുന്തെന്ന് പറയുമ്പോൾ ചെറിയ ഇലയിൽ ഈ തളിരില എന്ന് പറയില്ലേ, അത് എടുക്കണം. അത് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ പൂപ്പൽ വളരെ ചെറുതായിട്ട് അതിൽ പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. അത് പൂർണ്ണമായിട്ട് കളഞ്ഞതിന് ശേഷം മാത്രം കഴിക്കണം കേട്ടോ. ഇല്ലെങ്കിൽ വേറെ അസുഖം നമുക്ക് ഉണ്ടാകും. ആ ഒരു പൂപ്പൽ വയറ്റിൽ ചെന്നിട്ട് അതിൻ്റെ ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് ചെറിയ ജീരകം, നല്ല ജീരകം എന്നൊക്കെ പറയുന്ന ജീരകയില്ലേ, അത് കൂട്ടി നിങ്ങൾ ചവച്ചരച്ചൊന്ന് കഴിച്ചു നോക്കട്ടോ. സൂപ്പറാണ്. വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഹോം റെമഡിയാണ്. ഇത് പണ്ട് കാലങ്ങളിലേ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഹോം റെമഡിയാണ് കേട്ടോ. അത്രത്തോളം എഫക്റ്റീവാണ്. നിങ്ങൾ കഴിച്ചിട്ട് മാറിയില്ലെങ്കിൽ ഡോക്ടറെ തീർച്ചയായിട്ടും കാണിക്കണം. ഫുഡ് ഇൻഫെക്ഷനോ നെഞ്ചരിച്ചിലോ പുകച്ചിലോ ഒക്കെ ഉള്ളപ്പോൾ നമുക്കിത് കഴിക്കാവുന്നതാണ്. വളരെയധികം സന്തോഷം കേട്ടോ. അനാർക്കലി ഹെയർ ഓയിൽ മേടിച്ചവർ വീണ്ടും വാങ്ങുകയും അത് അഭിപ്രായം പറയുകയും ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം വളരെയധികമാണ് കേട്ടോ. അതുപോലെ തന്നെ നല്ല ഉറക്കം കിട്ടുവാനും മുടി കൊഴിച്ചൽ മാറുവാനും താരൻ മാറുവാനും മുടി നല്ല രീതിയിൽ വളരുവാനും ഒക്കെ വളരെ നല്ലതാണ്. ഇതിനോടൊപ്പം തന്നെ നല്ല നല്ല ഫുഡുകളും കഴിക്കണം. വെള്ളം നല്ലതുപോലെ കുടിക്കണം. എണ്ണ മാത്രം തേച്ചിട്ട് മുടി വളരും, മുടിയുടെ പ്രശ്നങ്ങൾ മാറുമെന്ന് വിചാരിച്ചിരിക്കുന്നത് മണ്ടത്തരമാണ്. നമ്മളുടെ ഫുഡ് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യണം. അതുപോലെ തന്നെ വെള്ളം നല്ല രീതിയിൽ കുടിക്കണം. ഏതെങ്കിലും മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈഡ് എഫക്റ്റ് ഉണ്ടാകും. അപ്പോൾ അതൊക്കെ നമുക്ക് മാറുവാനായിട്ട് വെള്ളം കുടിക്കുന്നതൊക്കെ വളരെ
വളരെ നല്ലതാണ് കേട്ടോ. ഇതിൽ നമ്മൾ ചേർക്കുന്ന ഓരോ മരുന്നും അത്രയും പ്രത്യേകതയുള്ളതാണ് കേട്ടോ. 21 തരം മരുന്നുകളും തേങ്ങാപ്പാലിൽ നമ്മൾ കൊപ്ര ആട്ടിയെടുക്കുന്ന വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയെടുക്കുന്ന 2 ദിവസം കൊണ്ടാണ് നമ്മൾ ഈ ഒരു എണ്ണ കാച്ചി എടുക്കുന്നത്. അത്രത്തോളം നമ്മൾ സൂക്ഷ്മമായി ഉണ്ടാക്കുന്ന ഈ ഒരു എണ്ണ അത്ര എഫക്റ്റീവായിട്ടുള്ളൊരു ഹെയർ ഓയിൽ തന്നെയാണ് കേട്ടോ. മുടി കൊഴിച്ചിൽ മാറാൻ മാത്രമല്ല, നല്ല ഉറക്കം കിട്ടുവാനും നല്ല റിലാക്സേഷൻ കിട്ടുവാനും വെള്ളച്ചന്ദനം ഇതിൽ ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തലയോട്ടിയിലുണ്ടാവുന്ന ഇൻഫെക്ഷൻസ്, അതുപോലെ ഗന്ധപ്പാല, നീലാംബരി, പിന്നെ കറ്റാർ വാഴ, ബ്രഹ്മി, അതുപോലെ തന്നെ മരുന്ന് കൂട്ട് ഒരു പൊടി ഉണ്ടാക്കി അതും നമ്മൾ ഇതിൽ ചേർക്കുന്നുണ്ട് കേട്ടോ. മേടിച്ചവർ അത്രത്തോളം അഭിപ്രായം പറയുന്നുണ്ട്. അത് വളരെ സന്തോഷമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഈ ഒരു വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മാത്രം മതി, നിങ്ങൾക്ക് കൊറിയർ വഴി ഞങ്ങൾ അയച്ചു തരുന്നതാണ്. ഇനി നമ്മൾ ഇത് മാത്രം, ഈ ഒരു എണ്ണ മാത്രം തേച്ചിട്ട് മാറുമെന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല. നമ്മൾ കഴിക്കുന്ന ഫുഡും നമ്മളുടെ ദിനചര്യയും നമ്മളുടെ മുടി കൊഴിച്ചിൽ മാറാനായിട്ട് ഈ എണ്ണ മാത്രം ഇതാക്കിയിട്ട് നമുക്ക് മുടി കൊഴിച്ചിൽ മാറുമെന്ന് വിചാരിക്കുന്നത് മണ്ടത്തരമാണ്. നമ്മളുടെ എല്ലാ കാര്യങ്ങളും കറക്റ്റായാൽ മാത്രമേ നമുക്ക് ആ ഒരു മുടി കൊഴിച്ചിൽ നല്ല രീതിയിൽ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം നമ്മളുടെ കറിവേപ്പില കൊണ്ടോ അല്ലെങ്കിൽ ഇതുപോലെ പേരയില കൊണ്ടോ നമ്മൾ ചമ്മന്തി അതുപോലെ എന്തെങ്കിലുമൊക്കെ നമ്മൾ കഴിക്കുക കേട്ടോ. ചമ്മന്തി ഇപ്പോൾ കറിവേപ്പില ചമ്മന്തി നമ്മൾ ഉണ്ടാക്കാറുണ്ട്, പുതിന ചമ്മന്തി, മല്ലിയില ചമ്മന്തി, അതുപോലെ തന്നെ നമുക്ക് പേരയില ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് സാധിക്കും കേട്ടോ. പേരയിലയും നമ്മളുടെ മുടിക്ക് വളരെ വളരെ അധികം നല്ലതാണ് കേട്ടോ. ഈ ഒരു പേരയിലിൻ്റെ തണ്ട് ഇതുപോലെ ഒന്ന് കളയുക. ആ ഒരു നടുഭാഗം അത് മൂത്ത ഇലയാണെങ്കിൽ മാത്രം കളഞ്ഞാൽ മതി, കിളുന്ത ഇലയാണെങ്കിൽ അത് കളയേണ്ട കാര്യമില്ല. എന്നിട്ട് വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. നല്ലതുപോലെ വേവിച്ചെടുക്കുക. ഇത് നമുക്ക് ദോശേൻ്റെ ഒപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഒരേ മോഡൽ ചമ്മന്തി ഉണ്ടാക്കാതെ ഇതുപോലെയുള്ള ഹെൽത്തി ആയിട്ടുള്ള, ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിലും പ്രായമുള്ള ആൾക്കാർക്കാണെങ്കിലും ഈ ഒരു ചമ്മന്തി മുടിക്ക് മാത്രമല്ല സ്കിന്നിനും അതുപോലെ നമ്മളുടെ പ്രഷർ അതുപോലെ ഹെൽത്ത് ഇഷ്യൂസൊക്കെ എല്ലാത്തിനും. ഇപ്പം ഈ ഒരു പേരയിലെ ചമ്മന്തി മാത്രമല്ല കേട്ടോ നിങ്ങൾ ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞില്ലേ, നമ്മളുടെ വേപ്പില കൊണ്ടുണ്ടാക്കാം, മല്ലിയില, പുതിനയില, ഈ ഇലകളൊക്കെ നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. നമ്മൾ എങ്ങനെയാണോ ചമ്മന്തി ഉണ്ടാക്കുന്നത് അതുപോലെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിലും ഞാൻ കുറച്ച് കറിവേപ്പിലയും ഇഞ്ചിയും അതുപോലെ പച്ചമുളകും ഉള്ളിയൊക്കെ ചേർക്കുന്നുണ്ട്. വേണമെങ്കിൽ പുളി ചേർക്കാം. പുളി ഇഷ്ടമില്ലാത്തവർക്ക് പുളി ചേർക്കേണ്ട കാര്യമില്ല. എന്നിട്ട് നമുക്ക് ഇപ്പോൾ നമ്മൾ ചപ്പാത്തിക്കാണെങ്കിലും ചമ്മന്തി കൂട്ടി കഴിക്കാറുണ്ടല്ലോ, അല്ലെങ്കിൽ ദോശക്കോ ഇഡ്ഡലിക്കോ അപ്പത്തിനോ എന്തിനാണെങ്കിലും വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനം തന്നെയാണ് കേട്ടോ. നമ്മൾ ഈ ഒരു എണ്ണ തേക്കുമ്പം മാത്രം നമ്മളെ മുടി കൊഴിച്ചിൽ മാറും അങ്ങനെ വിചാരിക്കരുത്. നമ്മളുടെ ഫുഡും നമ്മളുടെ ദിനചര്യയൊക്കെ കറക്റ്റാക്കിയാൽ മാത്രമേ എല്ലാം കൂടി ചേരുമ്പോഴേ നമുക്ക് ആ ഒരു 100% റിസൾട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒരു 75% നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുള്ളൂ. ആ ഒരു കാര്യം കൂടെ ശരിയായി കഴിഞ്ഞാൽ നമുക്ക് 100ൽ 101% റിസൾട്ട് കിട്ടും. അപ്പോൾ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഓർഡർ ചെയ്തോളൂ. ഒരു കുപ്പിയെങ്കിലും മേടിച്ച് നിങ്ങളൊന്ന് തേച്ച് നോക്കട്ടോ. അത്ര റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ചെറിയ പ്രസവിച്ച കുട്ടികൾ മുതൽ എത്ര പ്രായമുള്ള ആളുകൾക്കും തേക്കാവുന്നതാണ്, ഉപയോഗിക്കാവുന്നതാണ്. യാതൊരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല. അതുപോലെ നമ്മളുടെ ഭക്ഷണത്തിലും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാം കേട്ടോ. ഇനി അടുത്തതായിട്ട് കുറച്ച് ഇലകളെടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ ഇതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചധികം വെള്ളം ഒഴിച്ച് നമ്മൾ തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു വെള്ളം തിളപ്പിച്ചിട്ട് നമ്മളിപ്പം സാധാരണ വെള്ളം കുടിക്കുന്ന പോലെ തന്നെ ഈ ഒരു വെള്ളം പേരയില തിളപ്പിച്ച് കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. സാധാരണ വെള്ളം കുടിക്കുന്ന പോലെ തന്നെ ഈ ഒരു പേരയില വെള്ളം നമ്മൾ ഏതെങ്കിലും ഒരു സമയത്ത്, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ബിപിയും അതുപോലെ ബുദ്ധിമുട്ടും ഉള്ളവർക്ക് ആ ഒരു ഏലക്കായും കൂടി ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുക. അല്ലാണ്ട് നമ്മളിപ്പം കരിനാലിയും അതുപോലെ തുളസിയിലേക്ക് ഇട്ടിട്ട് വെള്ളം ഇട്ട് തിളപ്പിച്ച് കുടിക്കൂലേ, അതുപോലെ നമുക്ക് പേരയില ഇട്ടിട്ട് തിളപ്പിച്ച് വെള്ളം കുടിച്ചാൽ വളരെ നല്ലതാണ്. ഹെൽത്തിനും വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഒരു നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്കിഷ്ടമാണ് പേരയില തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത്, വളരെ ഇഷ്ടമാണ് കേട്ടോ. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് പേരയില എപ്പോഴും കിട്ടില്ലെങ്കിൽ അതിൻ്റെ ജ്യൂസ് നമ്മൾ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ട് ഇതുപോലെ വെള്ളത്തിൽ മിക്സ് ചെയ്ത് തിളപ്പിച്ചിട്ട് കുടിച്ചാലും വളരെ നല്ലതാണ്. എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിൾ ടിപ്സാണ് കേട്ടോ. വേറൊന്നുമല്ല, ജോലിക്കാർക്ക്
കുട്ടികൾക്കൊക്കെ എപ്പോഴും പേരയില ഇതാക്കാൻ ഇപ്പോൾ സമയമുള്ള സമയത്ത് ഇതുപോലെ അടിച്ച് അതിൻ്റെ ജ്യൂസ് എടുത്ത് വെച്ചിട്ട് നമ്മൾ വെള്ളത്തിൽ തിളപ്പിക്കുമ്പോൾ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കത് കുടിക്കാവുന്നതാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ പറഞ്ഞു തരുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് വളരെ എളുപ്പത്തിലാക്കാൻ പറ്റാൻ സിമ്പിൾ ടിപ്സ് ഈസി ലൈഫ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഈസി ആക്കുക ലൈഫ്. അതാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്, ഓരോന്നും വ്യത്യസ്തമായിട്ട് പറഞ്ഞു തരുന്നത്. അതുപോലെ മീനൊക്കെ മുറിച്ച് കഴിഞ്ഞാൽ കയ്യിൽ ഭയങ്കരമായിട്ട് ബാഡ് സ്മെൽ ഉണ്ടാവും അല്ലേ, അതിന് നല്ലതാണ് ഈ ഒരു പേരയിലയുടെ ഈ ഒരു നീരെടുത്തിട്ട് നമ്മളിതിപ്പോൾ ഇത് ജ്യൂസ് അടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഓഫീസിൽ പോകുന്നവർക്കാണെങ്കിലൊക്കെ നമുക്ക് കയ്യിലൊക്കെ ഇപ്പം മീനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പേരയിലയുടെ ഈ ഒരു മിശ്രിതം എടുത്തിട്ട് കയ്യിലൊന്ന് റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ബാഡ് സ്മെല്ലേ പോകും. അതുപോലെ മുഖത്തുണ്ടാവുന്ന ഇതുപോലെ തരി കുരു മൊത്തത്തിൽ വലിയ കുരുവാണെങ്കിലും തരി കുരു ഒരു ഫിനിഷിംഗ് ഇല്ല ഫേസ് എന്ന് തോന്നിയാൽ നിങ്ങൾ ഇതുപോലെ ചെയ്യാട്ടോ. കുറച്ച് പേരയിലയുടെ ആ ഒരു ജ്യൂസ് എടുക്കുക. വെള്ളം വളരെ കുറച്ചിട്ട് വേണം നമ്മൾ പേരയില അരച്ചെടുക്കേണ്ടത്. അരച്ചെടുത്തിട്ട് അതിൻ്റെ ചാറ് നമ്മൾ ഒരു കോട്ടൺ തുണി കൊണ്ട് പിഴിഞ്ഞെടുത്താൽ അത്രയേ നല്ലതാണ് കേട്ടോ. വെള്ളം വളരെ കുറവ് മാത്രമേ എടുക്കാവുള്ളൂ. എന്നിട്ട് നമ്മൾ ഇതൊരു സ്പ്രേ ബോട്ടിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് റോസ് വാട്ടറാണ് കേട്ടോ. റോസ് വാട്ടറും കൂടെ മിക്സ് ചെയ്ത് നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് ഒരു ട്യൂണറായിട്ട് ഉപയോഗിക്കാം. ഫേസിലുണ്ടാവുന്ന ചെറിയ കുരുക്കൾ, കുരുയുടെ പാടുകൾ, കുരു വരാതിരിക്കുവാനായിട്ട് നല്ല ഗ്ലോയിങ് കിട്ടുവാനൊക്കെ ഈ ഒരു മിശ്രിതം വളരെ നല്ലതാണ്. യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാതെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഈ കാണിച്ചു തരുന്നത്. നമ്മളുടെ മുറ്റത്ത് എന്നും എപ്പോഴുമുള്ള ഈ ഒരു പേരയില കൊണ്ട് വളരെ ഉപയോഗങ്ങളല്ലേ. ഇതൊക്കെ നമ്മൾ അത്രത്തോളം വാല്യൂ ആയിട്ട് കരുതണം കേട്ടോ. ഇതൊക്കെ സിമ്പിളായിട്ട് കാണരുത്. നമുക്ക് 1000 2000 ഒക്കെ കൊടുത്ത് ഓരോ ക്രീമൊക്കെ വാങ്ങി തേക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാണ്. പിന്നെ ഏതൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. സ്കിൻ അലർജിയോ എല്ലാവർക്കും എല്ലാം പിടിക്കണമെന്നില്ല. അതുകൊണ്ട് ഏതൊരു കാര്യം ചെയ്യുമ്പോൾ ആദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ഫേസിലും എവിടെയാണെങ്കിലും ടെസ്റ്റ് ചെയ്ത് നോക്കാവുള്ളൂ. ഈ ഒരു ജ്യൂസ് നിങ്ങൾ ഫ്രിഡ്ജിലെടുത്ത് വെക്കാം. ഒരാഴ്ചയോളം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ് കേട്ടോ. അതിൽ കൂടുതൽ ഒരു സാധനം നമ്മൾ വെച്ച് ഉപയോഗിക്കരുത്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് വളരെയധികം കുറഞ്ഞു പോകും. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. ഇപ്പോൾ ഈ ഒരു മിശ്രിതം റോസ് വാട്ടറും പേരയിലയുടെ ജ്യൂസിൻ്റെ മിശ്രിതമാണെങ്കിൽ കൂടി ഒരാഴ്ചയിൽ കൂടുതലൊന്നും നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കരുത് കേട്ടോ. ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും അത് കളയുക. ഏകദേശം ഇത് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും തീരും കേട്ടോ. തീർന്നില്ലെങ്കിൽ അത് കളഞ്ഞിട്ട് രണ്ടാമത് ഉണ്ടാക്കി വെക്കുക കേട്ടോ. അപ്പോൾ നല്ല റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അടുത്തതായിട്ട് പേരയില എടുക്കുന്നുണ്ട്. കിളിന്ത് ഇല കിട്ടിയാൽ അത്രയും നല്ലത്. ഇത് വളരെയധികം മൂത്തിട്ടൊന്നുമില്ല. നമ്മൾ ഈ ഒരു പേരയിലേക്ക് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ അതിൽ ചെറിയ ഒരു വെള്ള പൂപ്പൽ ഉണ്ടാകാൻ ചാൻസ് വളരെ അധികമാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ചെയ്യുന്ന ഓരോ ഹോം റെമഡീസും നമുക്ക് വിപരീതം. ഇപ്പം ഫേസിലിടുന്ന ആ ഒരു ട്യൂണറാണെങ്കിൽ കൂടി അതിൽ ആ ഒരു പൂപ്പൽ ഉണ്ടെങ്കിൽ നമുക്കത് സൈഡ് എഫക്റ്റ് ആയിട്ട് വരും, നമുക്കത് ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ ഈ ഒരു ഇല നല്ലതുപോലെ ചതച്ച് അതിൻ്റെ നീരെടുക്കുക, നല്ല പോലെ തന്നെ ചതക്കുക കേട്ടോ. അതിലേക്ക് ഇന്ദുപ്പിൻ്റെ കല്ലുപ്പ്, ഇന്ദുപ്പ് പൊടിയും കിട്ടും, കല്ല് പോലെയും കിട്ടും കേട്ടോ. ഇപ്പം എൻ്റെ കയ്യിൽ കല്ല് പോലെ ഇരിക്കുന്നതാണ്, പൊടിയായിട്ടും കിട്ടും. അതൊരു നുള്ളിട്ട് കൊടുക്കുക. തേനും കൂടെ ചേർത്തിട്ട് നമ്മൾ ഈ ഒരു മിശ്രിതം നമ്മളുടെ വായ്പുണ്ണിന് ഏറ്റവും നല്ലതാണ് കേട്ടോ. തേന് നല്ല പ്യുവറായിട്ടുള്ള തേനെടുക്കുക. ഇതൊരു തേച്ചൊരു അരമണിക്കൂർ ഉള്ളിൽ തന്നെ നിങ്ങളുടെ ആ ഒരു വായ്പുണ്ണ്, ആ ഒരു വേദനയും ബുദ്ധിമുട്ടൊക്കെ അല്ലേ, വായിൽ ആ ഒരു പുണ്ണ് വന്നതിന് വളരെ ബുദ്ധിമുട്ടാണ്. അതുപോലെ പല അസുഖങ്ങളുടെയും ലക്ഷണമാണ് കേട്ടോ. ഇത് ചെയ്തിട്ട് നിങ്ങൾക്ക് മാറിയില്ലെങ്കിൽ ഡോക്ടറെ കാണിക്കുക. ബി കോംപ്ലക്സ്, വിറ്റാമിൻസിൻ്റെ കുറവ്, അങ്ങനെ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. അപ്പോൾ അത് നോക്കണേ. ഒരു മിശ്രിതം വായുടെ എവിടെയാണോ ഉള്ളത് അവിടെ 1-2 മിനിറ്റ് വെച്ച് കൊടുക്കണം. നമ്മളുടെ വായിൽ മൊത്തം നമുക്കിത് തേച്ച് കൊടുക്കുന്നത് വളരെ നല്ലതാണെന്ന് വെച്ചാൽ മോണയിലുള്ള ഇൻഫെക്ഷൻസ്, ബുദ്ധിമുട്ടുകളൊക്കെ മാറാനായിട്ട് വളരെ നല്ലതാണ് ഈ ഒരു മിശ്രിതം കേട്ടോ. അപ്പോൾ ആ ഒരു ഇതുപോലെ അൾസർ പോലെ വന്നേക്കുന്ന ആ ഒരു ഭാഗത്തില്ലേ അവിടെ ഒന്ന് ഇതുപോലെ 1-2 മിനിറ്റ് ഇങ്ങനെ പിടിച്ചു വെച്ച് കൊടുക്കുക കേട്ടോ. നല്ലൊരു റിസൾട്ടാണ്. ഇനി നമ്മളുടെ പ്ലാവില നിലത്ത് മണ്ണിലൊക്കെ വീണതൊന്നുമല്ല, നമ്മളിങ്ങനെ പഴുത്തിരിക്കുന്ന നമുക്ക് കൈകൊണ്ട് പറിക്കാനായിട്ട് സാധിക്കുമല്ലോ, അതുപോലുള്ള പ്ലാവില എടുക്കുക.
എടുക്കുക. നിലത്ത് വീണെന്ന് പറയുമ്പോൾ അതിൻ്റെ ഗുണം പോകും, അതുകൊണ്ടാണ് കേട്ടോ. ഈ പണ്ട് കാലങ്ങളിൽ ഇതുപോലെ പ്ലാവില എടുത്തിട്ട് ഞെട്ട് പൊട്ടിച്ച് ചവക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴാണ് ഇതിൻ്റെ ഒരു ഹെൽത്ത് ബെനിഫിറ്റ് എനിക്ക് മനസ്സിലാകുന്നത്. ഒന്ന് ചതച്ചെടുക്കുക, കുറച്ച് ജീരകപ്പൊടിയും കൂടെ മിക്സ് ചെയ്യുക കേട്ടോ. ഇത് നമുക്ക് അൾസറിന് വളരെ വളരെ നല്ലതാണ്. വയറിനുണ്ടാവുന്ന ഏതൊരു ബുദ്ധിമുട്ടും പഴുത്ത പ്ലാവിലയുടെ ഈ ഒരു തണ്ട്, ഈ ഒരു നമ്മളിവിടെ പറയുന്നത് തണ്ട് നാട്ട, നെട്ട്, തണ്ട്, അങ്ങനെ പല സ്ഥലങ്ങളിൽ പല രീതിയിലാണ് പറയുന്നത്. ഇത് പണ്ട് കാലങ്ങളിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പ്ലാവിലേൻ്റെ തണ്ട് എടുത്തിട്ട് ഇതുപോലെ ഇതാക്കി കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ വയറിൽ ദഹനം നല്ല പ്രോപ്പറായിട്ട് നടക്കുവാനും അതുപോലെ ദഹന പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കുവാനും ഗ്യാസിൻ്റെ പ്രോബ്ലം ഇല്ലാണ്ടിരിക്കുവാനും അൾസർ അതുപോലെ വയറിനുണ്ടാവുന്ന ഏതൊരു ബുദ്ധിമുട്ടും മാറ്റിയെടുക്കാനായിട്ട് ഈ ഒരു പഴുത്ത പ്ലാവിലേൻ്റെ തണ്ട് വളരെ നല്ലതാണ്. അതിനൊപ്പം ജീരകവും തേനും കൂടെ ചേർക്കുമ്പോൾ 100% ഈ ഒരു ഇതിൻ്റെ റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. എല്ലാ ടിപ്സും ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി വരാം.